ഞെട്ടലോടെയാണ് ഭടന്റെ ആ സന്ദേശം ടിപ്പു കേട്ടത്. അബ്ബയായ ഹൈദരലിക്ക് തന്നെ കാണണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാത്രമാണ് ടിപ്പുവിനെ ഹൈദരലി വിളിക്കാറ്, അതും ശിക്ഷിക്കാൻ മാത്രം. തനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ ഹൈദരലി ടിപ്പുവിനെ ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ വിറച്ച് ടിപ്പു ഹൈദരലിയുടെ മുറിയിലെത്തി. എന്നാൽ ടിപ്പു വിചാരിച്ചതുപോലെ ഹൈദരലി ദേഷ്യത്തിലായിരുന്നില്ല. മാത്രവുമല്ല, പതിവിലും വ്യത്യസ്തമായി ഹൈദരലി ടിപ്പുവിനോടൊന്ന് പുഞ്ചിരിച്ചു. അബ്ബയുടെ ചിരിച്ച മുഖം വർഷങ്ങൾക്ക് ശേഷമാണ് ടിപ്പു കാണുന്നത്. ഇത്രയും നാൾ അബ്ബയുണ്ടായിരുന്നു മോന്റെ ഒപ്പം യുദ്ധം ചെയ്യാൻ. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കില്ല. ടിപ്പു ഒരു നിമിഷമൊന്ന് ഭയന്നു. അബ്ബ ഇല്ലാത്ത യുദ്ധക്കളം അയാൾക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. യുദ്ധഭൂമിയിൽ തന്റെ ഏക ധൈര്യം അബ്ബ മാത്രമായിരുന്നു. അതിപ്പോ എത്രയൊക്കെ ശിക്ഷിച്ചാലും അബ്ബയുടെ സാന്നിധ്യം ടിപ്പുവിൽ ഉണ്ടാക്കുന്ന ധൈര്യം ചില്ലറയായിരുന്നില്ല. ഒരു നാൾ അബ്ബയില്ലാത്ത ഒരു ദിവസം വരും. ഒരാളും നിന്നെ ശിക്ഷിക്കാത്ത ഒരു ദിവസം, ഒരാളും നിന്നെ ശാസിക്കാത്ത ദിവസം, ഒരാളും നിന്നെ സംരക്ഷിക്കാത്ത ദിവസം. അന്ന് അബ്ബയുടെ സഹായമില്ലാതെ നിനക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. ടിപ്പു വർഷങ്ങൾക്ക് ശേഷം അബ്ബയെ കെട്ടിപ്പിടിച്ചു. എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഉടൻ തന്നെ ഹൈദരലി ടിപ്പുവിനെ തന്നിൽ നിന്നും അകറ്റി. മനസ്സ് കല്ലാക്കണം, കൊടുങ്കാറ്റ് വന്നാലും അനങ്ങാത്ത കല്ല്. ടിപ്പു, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഒന്നും ശാശ്വതമല്ല. നിനക്ക് ചുറ്റുമുള്ളതെല്ലാം നഷ്ടപ്പെട്ടേക്കാം. കുടുംബം, കൊട്ടാരം, പടയാളികൾ, പദവികൾ, അങ്ങനെയെല്ലാം. പക്ഷെ ഒന്നു മാത്രം നീ നഷ്ടപ്പെടുത്തരുത്, നിന്റെ ധൈര്യം. മരിക്കുമ്പോൾ ഒരു ധീരനായി വേണം നീ മരിക്കാൻ. അബ്ബയുടെ കബറിനരികെ നിൽക്കുമ്പോഴും ടിപ്പുവിന്റെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീര് വീണില്ല. തന്റെ മനസ്സ് കല്ലായി മാറിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ അയാൾ അവിടെ നിന്നും തിരിച്ചു. ടിപ്പുവിന്റെ കുതിരപ്പട ബ്രിട്ടീഷിനെ ആഞ്ഞടിക്കാൻ ആരംഭിച്ചു. മാസങ്ങൾ മുന്നോട്ട് പോയി. യുദ്ധം വീണ്ടും തുടർന്നു. കമ്പനിക്ക് ഒരു കാര്യം വ്യക്തമായി: ഈ ചെറുപ്പക്കാരനെ യുദ്ധക്കളത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുതിയ ഒരു കരാറുമായി വന്നു. കരാർ പ്രകാരം പിടിച്ചെടുത്ത ഭൂമി പരസ്പരം തിരികെ നൽകണം. ചരിത്രം ആ കരാറിന് ഒരു പേരും നൽകി. അങ്ങനെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവിടെ അവസാനിച്ചു. പക്ഷേ ടിപ്പുവിന് കുറച്ചുകൂടി ജോലികളുണ്ടായിരുന്നു. ഹൈദരലി പിടിച്ചടക്കിയ ചില നാട്ടുരാജ്യങ്ങൾ അയാളുടെ മരണത്തോടെ കൈവിട്ടു പോകുന്നുണ്ടായിരുന്നു. ആ സ്ഥലങ്ങൾ ഇപ്പോൾ പിടിച്ചടക്കിയില്ലെങ്കിൽ പൂർണ്ണമായും അവ കയ്യിൽ നിന്നും പോകുമെന്ന് ടിപ്പു കരുതി. അങ്ങനെ ആദ്യം അയാൾ തെക്കുള്ള ഒരു നാട്ടുരാജ്യം തെരഞ്ഞെടുത്തു. പറ്റില്ല അമ്മാവ, എന്തൊക്കെ പറഞ്ഞാലും ഈ വെള്ളക്കാരെ കൂട്ടുപിടിച്ചല്ല നമ്മുടെ സൈന്യം ശക്തരാവേണ്ടത്. പഴശ്ശി ശത്രുവിന്റെ ശത്രു മിത്രം. ഹൈദരലിയുടെ മകനെ നേരിടാൻ ബ്രിട്ടീഷുകാരുടെ കൂട്ടാണ് ഏറ്റവും ഉചിതം. ഇത് ഞാൻ ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമല്ല. അമ്മാവ, അങ്ങൊരു രാജാവാണ്, ജനങ്ങൾക്ക് ധൈര്യം പകരേണ്ട രാജാവ്. ആ രാജാവ് ഒരു ഭീരുവാണെന്നറിയുന്നതായിരിക്കും നമ്മുടെ യഥാർത്ഥ പരാജയം. യുദ്ധത്തിൽ ജയിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അങ്ങ് തോൽക്കും. ഒരു രാജാവിന്റെ ഏറ്റവും വലിയ ആയുധം ബുദ്ധിയാണ് പഴശ്ശി. ആയിരിക്കാം, പക്ഷെ ബുദ്ധിയും ഭീരത്വവും സ്വയം തിരിച്ചറിയാൻ രാജാവിന് കഴിയണം. നീ നിന്റെ അമ്മാവനോട് മാത്രമല്ല സംസാരിക്കുന്നത്, ഒരു രാജാവിനോട് കൂടിയാണ്. അത് മറക്കരുത്. അല്ല, രാജാവെന്ന് സ്വയം മറന്നുപോയ അമ്മാവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ എന്തിന് ആ അമ്മാവന്റെ രാജകീയ സമ്പൽ സമൃദ്ധി നീ ആസ്വദിക്കുന്നു? സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാത്തത് എന്തുകൊണ്ട്? സ്വന്തമായി ജീവിക്കാത്തത് എന്തുകൊണ്ട്? ആദർശം പറയാൻ എളുപ്പമാണ് പഴശ്ശി. അമ്മാവന്റെ ആ വാക്കുകൾ പഴശ്ശിയുടെ ഉള്ളെരിച്ചു. കൊട്ടാരത്തിലെ തന്റെ ജീവിതം അയാൾ സ്വയം നോക്കി. അമ്മാവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. ചിന്തകളിലുള്ള വിപ്ലവകാരി പ്രവർത്തികളിലില്ല എന്ന് പഴശ്ശിക്ക് സ്വയം തോന്നുവാൻ തുടങ്ങി. കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ സദ്യ അയാളിൽ അസ്വസ്ഥത നിറച്ചു. തന്റെ ആഡംബര മുറിയിൽ അയാൾക്ക് ഉറക്കം കിട്ടാതെയായി. ജോലിക്കാരുടെ അമിത സേവനം ആദ്യമായി ഒരു ബുദ്ധിമുട്ട് പോലെ അയാൾക്ക് തോന്നി. ഒടുവിൽ പഴശ്ശി അത് തീരുമാനിച്ചു. ഒരു പുലർച്ചെ
അയാൾ തന്റെ പട്ടുവസ്ത്രങ്ങൾ മാറ്റിവെച്ചു. ആഭരണങ്ങൾ ഊരിമാറ്റി. രാജകീയ പദവിയുടെ എല്ലാ അടയാളങ്ങളും ഉപേക്ഷിച്ചു. തന്റെ ഉള്ളിലെ രാജകുമാരനെ അയാൾ കൊന്നു. പകരം തന്റെ ഉള്ളിലെ വിപ്ലവകാരിയെ അയാൾ ഉണർത്തി. പഴശ്ശി കൊട്ടാരം വിട്ടു. ശേഷം അയാൾ കണ്ണവം കാട്ടിലെത്തി. ഒരു ഗുഹയിൽ താമസം തുടങ്ങി. നിലത്തെ കല്ലായിരുന്നു അയാളുടെ പുതിയ കിടക്ക. ആകാശമായിരുന്നു മേൽക്കൂര. ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ നാട്ടുകാരുമായി പഴശ്ശി സൗഹൃദത്തിലായി. കുറിച്യരും കുറുമരുമായ ആ കാട്ടുമക്കൾക്ക് അയാൾ വെറുമൊരു രാജകുമാരനായിരുന്നില്ല. അവരോടൊപ്പം മണ്ണിലിരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരുടെ വേദന സ്വന്തം വേദനയാക്കിയ അവരിൽ ഒരാളായിരുന്നു. തമ്പുരാനെ, ഈ കാട് ഞങ്ങൾക്ക് വെറും മരങ്ങളല്ല, ഇത് ഞങ്ങളുടെ ദൈവമാണ്. ഈ കാട് അറിയുന്നവൻ ഒരിക്കലും ഇവിടെ തോൽക്കുകയില്ല. വൃദ്ധനായ കുറിച്യന്റെ ആ വാക്കുകൾ പഴശ്ശിയുടെ മനസ്സിൽ പതിഞ്ഞു. അയാൾ കാടിനെ പഠിച്ചു. ഓരോ ഒറ്റയടി പാതയും, ഓരോ മലയിടുക്കും, ഓരോ ഒളിയിടവും. അവരുടെ ആയുധ പരിശീലനത്തിൽ പഴശ്ശിയും ഒരു ഭാഗമായി. കാടറിയുന്ന ഒളിയുദ്ധത്തിന്റെ രഹസ്യങ്ങൾ, ഏതിലയനക്കത്തിലും ശത്രുവിന്റെ ചുവടറിയുന്ന വിദ്യ. ആദ്യമായി ഒരു ചെറു സംഘം നികുതി പിരിവുകാർ കാട് കടക്കാൻ ശ്രമിച്ച ദിവസം പഴശ്ശിയും കൂട്ടരും അവരെ വളഞ്ഞു. ഒരു തുള്ളി ചോര വീഴ്ത്താതെ, ഒരമ്പ് പോലും ചെയ്യാതെ അവർ ആ സംഘത്തെ കീഴടക്കി. വെറും നിഴലുകൾ കൊണ്ട്, ശബ്ദങ്ങൾ കൊണ്ട്, ഭയം കൊണ്ട്. അന്ന് പഴശ്ശിക്ക് മനസ്സിലായി, ഈ കാട്ടിൽ ഒരു വലിയ സൈന്യത്തെപ്പോലും തോൽപ്പിക്കാൻ ഏതാനും ധീരർ മതിയെന്ന്. പക്ഷെ ഒരു ചോദ്യം അയാൾ സ്വയം ചോദിച്ചു: വലിയ ഒരു സൈന്യം ഈ കാട്ടിൽ എങ്ങനെ വരാനാണ്? മലബാറിലെ ബ്രിട്ടീഷുകാരുടെ പിന്തുണയുടെ വിവരം ടിപ്പു അറിഞ്ഞു. അവർ അവിടെയാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും അയാൾ അറിഞ്ഞു. എന്ത് ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിൽ ടിപ്പു എത്തി. കുറച്ച് സമയത്തെ ആലോചനയ്ക്ക് ശേഷം ടിപ്പു ആ തീരുമാനമെടുത്തു. തീരദേശ പ്രദേശത്താണ് കമ്പനിയുടെ ആളുകൾ നമ്മെ കാത്തിരിക്കുന്നത്. അതിലൂടെയായിരിക്കും നമ്മളിലെ ചെറിയ സംഘം പോകുന്നത്. ചെറിയ സംഘമോ? അപ്പോ ബാക്കിയുള്ളവരോ? നമ്മുടെ ലക്ഷ്യം ബ്രിട്ടീഷല്ല, മലബാറാണ്. തീരദേശത്തിലൂടെ പോകുന്ന ചെറിയ സൈന്യത്തിന്റെ ജോലി ഒന്നു മാത്രമാണ്: കമ്പനിയുടെ ശ്രദ്ധ തിരിക്കൽ. അവർ തിരിഞ്ഞ് ബ്രിട്ടീഷുമായി ഏറ്റുമുട്ടുമ്പോൾ യഥാർത്ഥ സൈന്യം കാട്ടിലൂടെ നുഴഞ്ഞു കയറും. കമ്പനി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മലബാർ നമ്മുടെ കയ്യിലായിരിക്കും. അങ്ങനെ ടിപ്പു മൈസൂരിൽ നിന്നും മലബാറിലേക്ക് കുതിച്ചു. പദ്ധതി പ്രകാരം ഒരു കൂട്ടം തീരദേശം വഴി ആക്രമിച്ചു. തീരത്ത് പീരങ്കികൾ ഗർജിച്ചു. കമ്പനിയുടെ സൈന്യം ആ ചെറുസംഘത്തെ നേരിടാൻ മുഴുവൻ ശക്തിയും അവിടേക്ക് നീക്കി. ഇതാണ് ടിപ്പുവിന്റെ പ്രധാന ആക്രമണമെന്നവർ കരുതി. മറ്റു കൂട്ടർ കാട്ടിലൂടെ നുഴഞ്ഞു കയറാൻ ആരംഭിച്ചു. ടിപ്പുവിന്റെ പദ്ധതികളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോയി. ഒന്നൊഴിച്ച് കാട്ടിലൊരു സിംഹമുള്ള കാര്യം ടിപ്പുവിന് അറിയില്ലായിരുന്നു. ടിപ്പുവിന്റെ സൈന്യം കാടിന്റെ ഉള്ളിലേക്ക് കടന്നതും അമ്പുകൾ വായുവിൽ ചീറിപ്പാഞ്ഞു. എവിടെ നിന്നാണ് ആക്രമണമെന്നറിയില്ല. ശത്രു എവിടെയാണെന്ന് കാണുന്നില്ല. കാട് മുഴുവൻ പെട്ടെന്ന് ഒരു മരണക്കെണിയായി മാറുവാൻ തുടങ്ങി. ആ അപ്രതീക്ഷിത ആക്രമണം ടിപ്പുവിന്റെ സൈന്യത്തെ പൂർണ്ണമായും കുഴപ്പത്തിലാക്കി. പക്ഷേ ഒരു കാര്യം ടിപ്പുവിന് വ്യക്തമായി: ഇത് വെറുമൊരു ഒളിപ്പോരല്ല. ഓരോ അമ്പും കൃത്യമായ ഇടത്ത്, ഓരോ ആക്രമണവും കൃത്യമായ നേരത്ത്. ഒരു സംഘം പിന്മാറുമ്പോൾ മറ്റൊരു സംഘം എവിടെ നിന്നോ ഉയർന്നു വരുന്നു. ഇത് യാദൃശ്ചികമല്ല. ഇതിനൊരു താളമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഈ കാടിന്റെ ഉള്ളിൽ എവിടെയോ നിന്ന് ഒരാൾ ഇതെല്ലാം നയിക്കുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ടിപ്പുവിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം ആ കാട് വിഴുങ്ങി. പിന്മാറുക എന്നല്ലാതെ മറ്റൊരു വഴി ടിപ്പുവിനുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായി മൈസൂർ കടുവ മറ്റൊരു പോരാളിയുടെ മുന്നിൽ തലകുനിച്ചു.